ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. തങ്ങളെ അയച്ച ദൗത്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത അറിയിക്കുക എന്ന ദൗത്യം പല സ്ഥലങ്ങളിലൂടെ, പല ഗ്രാമങ്ങളിലൂടെ, പല പട്ടണങ്ങളിൽ പോയി നിറവേറ്റിയതിനു ശേഷം വളരെ ആഹ്ലാദഭരിതരായി തിരിച്ചു വന്ന 72 ശിഷ്യന്മാർ. അവർ യേശു പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലും ഈ 2 പേരായി ഒരു ടീമായി പോയി തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയപ്പോൾ അവർക്കുണ്ടായ ശ്രേഷ്ഠമായ അനേകം അനുഭവങ്ങൾ യേശുവിനോടും തങ്ങളുടെ സഹപ്രവർത്തകരോടും വളരെ കൗതുകത്തോടെ, വളരെ അത്ഭുതത്തോടെ പങ്കുവയ്ക്കുന്ന സമയം. ഇവിടെ സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസ് ആ അത്ഭുതങ്ങൾ ഒറ്റ വാക്യത്തിൽ ചുരുക്കി നാം ഓരോരുത്തരോടും പറഞ്ഞു തരികയാണ്. കർത്താവേ, നിൻ്റെ നാമത്തിൽ അനേകം അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രവർത്തിച്ചു. എന്നാൽ അദൃശ്യശക്തിയായ പിശാചുക്കൾ പോലും നിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ, യേശു എന്ന നാമത്തിന് മുൻപിൽ കീഴ്പ്പെടുന്ന അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും വലിയൊരനുഭവമായിരുന്നു എന്നത് തങ്ങളെ അയച്ച ഗുരുവിനോടും തങ്ങളുടെ മറ്റ് സ്നേഹിതന്മാരോടും വന്നറിയിക്കുന്ന ശിഷ്യർ. സ്വന്തം ശക്തിയാലല്ല, മറിച്ച് യേശുവിൻ്റെ നാമത്തിലൂടെയാണ് തങ്ങൾക്ക് ഈ ശക്തി ലഭിച്ചത് എന്ന് അന്ന് അവിടെ കൂടിയിരുന്നവരോടും ഇന്ന് നാം ഓരോരുത്തരോടും പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്ന അന്നത്തെ 72 അറിയിപ്പുകാർ. യേശു എന്ന നാമത്തിൻ്റെ ദൈവിക അധികാരം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു തിരുവചനം. ദുഷ്ടശക്തികൾക്ക് മേൽ ജയിക്കുവാൻ വേണ്ട അധികാരമുള്ള നാമം. ആത്മീയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ പല കുറി ഉച്ചരിക്കേണ്ട നാമം, യേശു എന്ന നാമം. യേശുവേ, ദാവീദ് പുത്ര എന്ന ദയനീയ സ്വരം കേട്ട് നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ തന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ കഴിയുന്ന നാമം. അന്ന് ആ 72 പേർക്കും അവർ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കാൾ, അവർക്ക് ലഭിച്ച പൈശാചിക ശക്തികളെപ്പോലും കീഴ്പ്പെടുത്തുവാനുള്ള കൃപകളേക്കാൾ സന്തോഷം അവർക്ക് ദൈവവുമായുള്ള ഒരാത്മബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചു എന്നതിലാണ്. അതിലൂടെ രക്ഷ എന്ന വലിയ അനുഗ്രഹത്തിന് അവർ പാത്രമായി. അതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത വചനത്തിൽ അവരോടായി യേശു പറയുന്നത്, ദുഷ്ടാത്മാക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് സന്തോഷിക്കേണ്ടത് എന്ന്. നമുക്കും ആശിക്കാം, നമ്മുടെ സഹനങ്ങളുടെ നടുവിലും ഈ നശ്വരമായ ലോക ജീവിതത്തിൽ യേശു എന്ന നാമം, ആ നാമത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ നമ്മിൽ നിന്നും ഒഴുകുന്ന സ്നേഹം, കരുണ, കരുതൽ നമ്മെയും ആ വലിയ സന്തോഷത്തിലേക്ക്, നമ്മുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു എന്ന സന്തോഷത്തിലേക്ക് നാം ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.